വനാതിർത്തിയിൽ ഗ്രാമങ്ങളിലെ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷവും മരണവും ഇപ്പോൾ പതിവായിരിക്കുകയാണ്. കാടിനോട് ചേർന്ന പ്രദേശത്തെ മനുഷ്യവാസത്തിൻ്റെ അത്ര തന്നെ പഴക്കം മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിനുമുണ്ട്. മുൻപ് കൃഷി നശിപ്പിക്കാൻ വരുന്ന കാട്ടുമൃഗങ്ങളെ പാട്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചും പരമ്പരാഗത രീതിയിൽ കാട്ടിലേക്ക് തിരിച്ചോടിച്ചു വിട്ട ആ പഴയ കാലത്ത് നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിപ്പുറം കാട്ടിൽ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭംഗം വന്നു. അതാണ് അവ നാട്ടിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങുന്നത് എന്ന ഭരണകൂടങ്ങളുടെ പതിവ് വരട്ടുന്യായങ്ങൾക്ക് മേലാണ് കാട്ടുമൃഗ ആക്രമണ മരണസംഖ്യയും വർദ്ധിക്കുന്നത്. വനത്തോട് ചേർന്ന കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ വ്യത്യാസമില്ലാതെ മൃഗങ്ങളുടെ കാടിറക്കം പതിവായിരിക്കുന്നു. ആന, കാട്ടുപന്നി, മുള്ളംപന്നി, മലയണ്ണാൻ, മ്ലാവ്, കുരങ്ങ്, മയിൽ തുടങ്ങിയ ജീവികളാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടാക്കുന്നവയെങ്കിൽ നരഭോജിക്കടുവയും ഒറ്റയാനും പുലിയും ഇപ്പോൾ നരനായാട്ട് നടത്തുകയാണ് നമ്മുടെ നാട്ടിൽ.